എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BSc നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും അപ്ലൈ ചെയ്യാൻ പറ്റിയ കേരളത്തിലെ മറ്റൊരു അലോട്ട്മെന്റ് ആയിട്ടുള്ള CPAS അലോട്ട്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. സോ മുന്നത്തെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വർഷവും അതിന്റെ മേലത്തെ വർഷമൊക്കെ നമ്മൾ CPAS അലോട്ട്മെന്റ്സും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാണ്. സോ ഒന്നുകൂടെ പറയാം, എന്താണ് CPAS അലോട്ട്മെന്റ്, ഇതിൽ അപ്ലൈ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ CPAS അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ BSc നഴ്സിംഗും BSc MLTയും ഫിസിയോതെറാപ്പിയും BPharm കോഴ്സ് അതായത് ഫാർമസി കോഴ്സിൽ നിങ്ങൾക്ക് BPharm ഡിഗ്രി ആയിട്ടും എടുക്കാം, ലാറ്ററൽ എൻട്രി ആയിട്ട് BPharm കോഴ്സ് എടുക്കാം. അതേപോലെ തന്നെ BSc മൈക്രോബയോളജി എന്ന് പറയുന്ന കോഴ്സുകളും. അപ്പൊ ഇത്തരത്തില് UG ഡിഗ്രി ലെവൽ പ്രോഗ്രാംസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇത്രയും കോഴ്സുകൾ. പിന്നെ ഇതിന്റെ MSc ഒക്കെ ഈ CPASൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, CPASന്റെ അലോട്ട്മെന്റ്സിൽ വേറെയും ഡിഗ്രി കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമുക്ക് CPAS വഴി എടുക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു CPAS എന്ന് പറയുന്നത് പ്യുവർലി ഗവൺമെന്റ് കോളേജുകളല്ല, ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പൊ എന്താണ് ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ ആയിരിക്കും വരുന്നത്. CPASന്റെ മറ്റൊരു പ്രത്യേകത LDS പോലെ തന്നെ ഗ്രാന്റ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ SC ST OEC പിന്നെ അതേപോലെ ഒരുപാട് റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഫിഷർമാൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഗ്രാന്റ് സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളൊക്കെ പഠിക്കാൻ 1000 രൂപ മാത്രമാണ് വരുന്നത്. കോഷൻ ഡെപ്പോസിറ്റും അതേപോലെ ഫീസ് ആയിട്ട് വരുന്നത് 1000 രൂപ മാത്രമാണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ്. അപ്പൊ LDS വഴി നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ അപ്ലൈ ചെയ്യാം, CPAS വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CPASൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി CPASന്റെ ടോട്ടൽ സീറ്റിൽ തന്നെ 50% 50 സീറ്റ് LDS ത്രൂ ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ബാക്കി വരുന്ന 50 സീറ്റുകൾ മാത്രമാണ് CPASന്റെ ഡയറക്റ്റ് അലോട്ട്മെന്റ് വഴി ഫില്ല് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള റീജിയണൽ സെന്റേഴ്സിന്റെ തൊട്ടടുത്ത് വരുന്ന കുട്ടികൾക്ക് 10% റീജിയണൽ റിസർവേഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ തൊട്ടടുത്ത് വരുന്ന ലൊക്കാലിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് റീജിയണൽ റിസർവേഷൻ വരുന്നുണ്ട്. സോ CPASനെ സംബന്ധിച്ച് കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 600-700 ഒക്കെ മാർക്ക് റാങ്കിന്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്ക് ഇവിടെ അലോട്ട്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് NRI സീറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള NRIസിന് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ്സിൽ പങ്കെടുക്കാം. അപ്പൊ അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രോസ്പെക്ട് കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അതിന്റെ പ്രോസ്പെക്ട് ഡീറ്റെയിൽസ്, ഈ വർഷം വന്നിട്ടുള്ള പ്രോസ്പെക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് CPASനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി CPASന്റെ അലോട്ട്മെന്റ്സ് നമുക്ക് വരുന്നത് എക്സാമും കാര്യങ്ങളൊന്നല്ല, നമുക്ക് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അവരൊരു ഇന്റർവ്യൂ വിളിക്കും. ആ ഒരു സമയത്താണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. LDSന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ മാർക്കുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് ആവറേജ് മാർക്കുള്ള കുട്ടികളൊക്കെ LDS അപ്ലൈ ചെയ്യുന്നതോടുകൂടെ CPASന്റെ അലോട്ട്മെന്റ്സും അപ്ലൈ ചെയ്യാം. LDSന്റെ അലോട്ട്മെന്റ് കുറച്ച് ഡിലേ വരും. കാരണം ഇപ്പോൾ നമുക്ക് നീറ്റിന്റെ റീ എക്സാമിനേഷൻ ആണ് ഈ മന്ത് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഈ LDSന്റെ അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ കുറച്ച് ഡിലേ വരും. CPASന്റെ ആണ് ഇപ്പൊ ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ്, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വരുന്ന അലോട്ട്മെന്റ് ഡീറ്റെയിൽസും അതേപോലെ കേരളത്തിന് പുറത്തൊക്കെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കും നമുക്ക് കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കോളേജസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽസും അതേപോലെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പൊ CPASന്റെ അലോട്ട്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ മറക്കണ്ട, എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്തിടുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.